കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എൻ്റെ ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ? ഞങ്ങളുടെ ഇവിടെ എഴുന്നേറ്റപ്പം പോലെ നല്ല മഴയാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നു. ചോറ് വേഗം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ തുടങ്ങാൻ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾക്കിവിടെ സുഖമാണ്. 2-3 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് എല്ലാവർക്കും സ്കൂളിൽ പോകണമല്ലോ. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ശനിയും ഞായറും ഒക്കെ അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച ആകുന്നതേ ഇഷ്ടമില്ല. എന്നാൽ വെള്ളിയാഴ്ച ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, 2 ദിവസം അവധി കിട്ടുമല്ലോ എന്ന്. ഞായറാഴ്ച വൈകിട്ടാകുമ്പം തിങ്കളാഴ്ചയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര സങ്കടമാണ് എനിക്ക്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ തിങ്കളാഴ്ച ആകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ചൊവ്വയും ബുധനൊന്നും അത്ര പ്രശ്നങ്ങളില്ല, അതങ്ങനെ പോകും. പക്ഷെ വ്യാഴാഴ്ച വൈകിട്ടാവും വെള്ളിയാഴ്ചയാണല്ലോ നാളെ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം അവധി ഉണ്ടല്ലോ. എന്നെപ്പോലെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. രാവിലെ നല്ല അടിപൊളി ഒരു ചായ കുടിക്കണം. അതുകൊണ്ട് നല്ല ചായ ഒരെണ്ണം വെക്കുവാണ്. കിച്ചുമോനും ചക്കി എഴുന്നേറ്റിട്ടില്ല. അവർക്കുള്ള ചായ എടുത്ത് വെച്ചിട്ട് വേണം അവരെ വിളിച്ചെണീപ്പിക്കാൻ. പുതിയ ഒരുപാട് ആൾക്കാർ ഇപ്പം വീഡിയോസ് കാണുന്നുണ്ട്. അവരോടാണ് ചോദിക്കുന്നത്, എൻ്റെ പഴയ കൂട്ടുകാരോടല്ലായേ. എന്നെപ്പോലെ ചായ ഭയങ്കര ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? രാവിലെ ഒരു ചായ നിർബന്ധമുള്ളവരുണ്ടോ? ഈ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയതായിട്ട് വീഡിയോസ് കാണുന്ന ഒരുപാട് പുതിയ ആളുകളുണ്ട്, അവരോടാണ്. പിന്നെ നമ്മുടെ ഈരാറ്റുപേട്ടക്കാർക്കുള്ള നറുക്കെടുപ്പ് 30-ാം തീയതിയാണ്. 2 ചുരിദാർ മെറ്റീരിയലാണ്, റെഡിമെയ്ഡാണ്. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ കൊടുക്കും. അതുപോലെ ഇത് കഴിഞ്ഞ് ആരും കമൻ്റ് ഇടാതിരിക്കണ്ട കേട്ടോ. ഇങ്ങനെ കമൻ്റ് ഇടുന്നവരിൽ നിന്നും നിങ്ങളറിയാതെ ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഞാൻ അവർക്ക് പ്രത്യേക സമ്മാനം കൊടുക്കും. അതുപോലെ കഴിഞ്ഞ ദിവസം എനിക്ക് കുറേ മെസ്സേജ് വന്ന് കിടന്നേ. അതിൽ 1-2 മെസ്സേജാണ്. എൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമാണെന്നും തന്നെ ഈരാറ്റുപേട്ട ശൈലിയിലാണ് സംസാരിക്കുന്നതെന്നും. എനിക്കറിയത്തില്ല കേട്ടോ, ഈരാറ്റുപേട്ടയ്ക്ക് അങ്ങനെ ഒരു ശൈലിയുണ്ട് സംസാരത്തിനെന്ന്. ഞാൻ ആദ്യമായിട്ട് അറിയുക. ഈരാറ്റുപേട്ടക്കാരുടെ സംസാരം വേറൊരു രീതിയാണെന്നാണ് പറയുന്നത്. ഞാനത് ആദ്യമായിട്ട് കേൾക്കുക. തനി നാച്ചുറലായിട്ടാണ് സംസാരിക്കുന്നത്, ഇങ്ങനെ വേണം സംസാരിക്കാനെന്നൊക്കെയാണ് അവരെനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. പിന്നെ ആ മെസ്സേജിൽ പറയുവാണ്, ഇപ്പോൾ കുറേ പരിഷ്കാരിയായ പെണ്ണുങ്ങളുണ്ട്, വാ തുറന്ന മുറി ഇംഗ്ലീഷാണ് പറയുന്നവളന്മാരുടെ വിചാരം അവളന്മാർ സായിപ്പിൻ്റെ കൊച്ചുമക്കളാണെന്നാ വിചാരം. അതിൽ നിന്നൊക്കെ ഒരുപാട് വേറിട്ട സംസാരമാണ് എൻ്റെ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും എന്നെ ഇഷ്ടമാണെന്നും എൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കുറച്ച് പേര് ചോദിച്ച്, എനിക്ക് ഡ്രസ്സെല്ലാം കൊളാബ് കിട്ടുന്നതാണോ ഞാൻ ഇടുന്നതെന്ന്. അല്ല കേട്ടോ, കൊളാബൊക്കെ കിട്ടാറുണ്ട്, പക്ഷേ അത് ഇത്രയും നല്ല ഭംഗിയുള്ളതൊന്നും കിട്ടുകയില്ല. എനിക്ക് ഇഷ്ടമുള്ള എടുത്ത് സ്റ്റിച്ച് ചെയ്തിടുന്നതാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും മെസ്സേജ് ഇടുകയും കമൻറ്റ് ഇടുകയും ഒക്കെ ചെയ്യുമ്പോഴല്ലേ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ എല്ലാവരും കാണുകയും ഒരു ലൈക്കെങ്കിലും ചെയ്യണേ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക, അല്ലെങ്കിൽ കമൻ്റ് ഇടാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരിയും പേരുണ്ട്, അങ്ങനെയുള്ളൊരു മെസ്സേജ് ഇട്ടാലും മതി. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫോളോ ചെയ്യണേ. യൂട്യൂബിലാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ. യൂട്യൂബിൻ്റെ ലിങ്ക് ഒത്തിരി പേര് പിന്നെയും ചോദിക്കാറുണ്ട്. ഞാനാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ DM-ലും ഇൻസ്റ്റയുടെ DM-ലും വെച്ചിട്ടുണ്ട്. ഒന്ന് കയറി ഒന്ന് സബ് ചെയ്യണേ. സ്കൂളില്ലാത്ത ദിവസങ്ങൾ എൻ്റെ ചക്കി രാവിലെ 5:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് എണീക്കും. ആരും വിളിക്കേണ്ട കാര്യമില്ല. ചക്കി രാവിലെ എഴുന്നേറ്റിട്ട് എന്നെ വിളിക്കും, ബാ എഴുന്നേക്ക് സമയം പോയെന്നും പറഞ്ഞ്. അടുത്തുള്ള ദിവസങ്ങൾ എൻ്റെ ചക്കി എഴുന്നേക്കത്തേയില്ല. ചക്കീനെ വിളിച്ച് മടുത്ത്. അത് കഴിഞ്ഞത് 8 മണിയായി. പെട്ടെന്ന് തന്നെ വിളിച്ചെണീപ്പിച്ച് കുളിപ്പിച്ച് ഒരുക്കിയൊക്കെ എടുക്കുവാണ്. അപ്പോഴേക്കും 8:50 ചക്കിയുടെ ബസ് ഇപ്പോൾ വരുവേ. അതുകൊണ്ട് ഞങ്ങളത് റോഡിലേക്ക് പോവുകയാണ്. എന്തായാലും രാവിലെയൊക്കെ മഴയായിരുന്നു. ബസ്സിൽ കയറ്റിവിടാൻ പോകുന്ന സമയത്ത് മഴ ഇച്ചിരി കുറവുണ്ട്, അതൊരാശ്വാസമായിരുന്നു. 3 ദിവസത്തെ അവധിക്ക് ശേഷം ചക്കീനെ സ്കൂളിൽ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചക്കിക്ക് ഭയങ്കര മടിയായി. ലീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ പൊക്കോളുവേ. ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ചക്കിക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ ചക്കിനെ കൊണ്ടുപോയി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മത്തിയും കിളിയുമായിരുന്നു. അങ്ങനെ ഞാൻ മത്തി എടുത്ത് മുളകൊക്കെ പുരട്ടി വെച്ചു. മത്തി കുറച്ച് കറി വെക്കണേ. പിന്നെ കിളി ഉണ്ടായിരുന്നു, മുഴുത്ത കിളിയായിരുന്നു. കിളി ഞാൻ എടുത്ത് വെച്ച് നാളെ എടുക്കാമെന്ന് വിചാരിച്ച്. ഈ വലിയ കിളിക്ക് 260 രൂപയായിരുന്നു റേറ്റ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നെയ്യുള്ള മത്തിയല്ലേ, അതുപോലെ അതിൻ്റെ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ ആ മത്തിയുടെ മുട്ടയുണ്ടല്ലോ, കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും
മുളക് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ തിരുമ്മി അത് മീൻ വറുത്തെടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വറുത്തെടുക്കുക. എനിക്ക് നല്ല ചൂട് ചോറിൽ അതിട്ട് കുഴച്ചുണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വേറെ ആർക്കും ഇഷ്ടമില്ലായേ, അതുകൊണ്ട് മുട്ടയെല്ലാം എനിക്ക് തന്നെയാണ്. രാവിലെ സ്കൂളിൽ അവർക്ക് കൊടുത്തു വിടാൻ ഞാൻ പയറും വെച്ചു, ചിക്കനും വറുത്ത്, ചമ്മന്തിപ്പൊടിയും അച്ചാറും ഉണ്ടായിരുന്നു, അതാണ് കൊടുത്തു വിട്ടത്. ഇത് ഉച്ചക്കലത്തേക്ക് വേണ്ടിയാണ്. നല്ല മത്തിക്കറിയും മത്തി വറുത്തതും അതുപോലെ കൂർക്ക താളിച്ചിട്ടുണ്ട്. എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്. ഈയിടെ കുറച്ച് പേര് ചോദിച്ച് ഈ കൂർക്കയൊക്കെ എപ്പോഴും കറി വെക്കുമല്ലോ എന്ന്. ഞാനിനി ഒരു സത്യം പറയട്ടെ, ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്ന കറികളൊക്കെ ഉണ്ടല്ലോ, എനിക്കിഷ്ടമുള്ള കറികളൊക്കെ തന്നെയാണ് ഞാൻ വെക്കുന്നത്. എനിക്കിഷ്ടമുള്ള കറി ഞാൻ വേണ്ട വെച്ച് കഴിക്കാൻ. എനിക്കിഷ്ടമുള്ള വേറെ ആരും നമുക്ക് വെച്ച് തരാനുണ്ടോ? മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കുന്നതിനേക്കാളും കാര്യമായിട്ട് നമുക്കിഷ്ടമുള്ളത് വേണം നമ്മൾ വെച്ച് കഴിക്കാൻ. അതാ എൻ്റെ പോളിസി. അതുപോലെ കുറേ ആളുകൾ പറയും അവർക്ക് വേണ്ടി ജീവിക്കാറില്ല, അവർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി എൻ്റെ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തിയിട്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുക ചെയ്യാറ്. പിന്നെ അതിൻ്റെ കൂടെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നേ ഉള്ളൂ. മുൻഗണന ഞാൻ എനിക്ക് തന്നെയാണ്. എനിക്ക് ഡ്രസ്സ് എടുക്കണം, എനിക്ക് അത് മേടിക്കണം, ഇത് മേടിക്കണം, അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതം. കുറേ നാൾ കഴിഞ്ഞ് മക്കളൊക്കെ വലുതായി പോയി കഴിയുമ്പോഴത്തേക്ക് അവരവരുടെ കാര്യം നോക്കി പോവും. അപ്പം നമ്മൾ ചിന്തിക്കും കുറച്ചെങ്കിലും നമുക്ക് വേണ്ടി ജീവിച്ചിരുന്നെങ്കിൽ എന്ന്. ആ കുറ്റബോധം വരാതിരിക്കാൻ ഞാൻ എനിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ആ കൂട്ടത്തിൽ അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കൂന്നൊക്കെ ഉള്ളു. മെയിൻ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നതാണ്. ഇതൊന്നും കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ടായി, അതുപോലെ തന്നെ പൊങ്കാലയിടാനും ആരും വരണ്ടായി. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ നല്ല അടിപൊളി ഒരു മത്തിക്കറി വെച്ചു. തേങ്ങ അരച്ചാണ് വെച്ചത്, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു ബ്ലോഗുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.